ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് SSLC കഴിഞ്ഞ സമയത്താണ് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത്. ആ മാർച്ചിലാണ് ഞാൻ SSLC പരീക്ഷ എഴുതിയത്. അപ്പോൾ അതിനു മുൻപ് കുറച്ച് നാടകങ്ങളിലൊക്കെ ഇവിടെ കുറച്ച് ആളുകൾ വയനാട്ടിലുണ്ടായിരുന്നു. നമ്മളെ ദാമോദരൻ മാഷ്, സിവിക് ചന്ദ്രൻ, മുരളീധരൻ, എടക്കാട് മുരളീധരൻ സാറ് എല്ലാവരും. അപ്പോൾ അവരൊക്കെ അന്നത്തെ സമകാലീന വിഷയമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ അടിമത്വം, അതുപോലെ അവിടുത്തെ ദാരിദ്ര്യം, അടിസ്ഥാന വർഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് അത്തരം തീമുകളുള്ള നാടകങ്ങളൊക്കെ ആയിരുന്നു ഇവരൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ നാടകത്തിലൊക്കെ അഭിനയിച്ചു എന്നുള്ളതാണ് എനിക്കെതിരുണ്ടായിരുന്ന കുറ്റം. അപ്പോൾ അങ്ങനെയാണ് അടിയന്തരാവസ്ഥ വന്ന് അറസ്റ്റ് ചെയ്ത് ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി 3 ദിവസം അവിടെ വെച്ചു. അത് കഴിഞ്ഞ് 29 ദിവസം കോഴിക്കോട് അന്നത്തെ വനിതാ പോലീസ് സ്റ്റേഷനിലെ അവിടെ നിന്നു. അപ്പോൾ അവിടുന്ന് ആണ് എന്താണ് കുറ്റം എന്നുള്ളത് തന്നെ ഞാൻ അറിയുന്നത്. അതുവരെ എനിക്കും അറിയില്ല എന്തിനാ കൊണ്ടുപോയെന്നൊക്കെ. അപ്പോൾ അങ്ങനെ അന്നത്തെ നക്സലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടകങ്ങളിലോ ഒക്കെ അഭിനയിച്ചു. അത് തെറ്റാണ്. അതാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് മുഴുവനും അതാണ്. അങ്ങനെ 29 ദിവസമാണ് ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 29-ാം ദിവസം, അതിൻ്റെ തലേ ദിവസം 28-ാം ദിവസം ഇവർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി കുറേ അറിയാത്ത ആളുകളുടെ പേരും അറിയാത്ത കുറേ വിഷയങ്ങളും ഒക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അന്ന് വല്ലാണ്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു അവർ. അപ്പോൾ അങ്ങനെ മർദ്ദിച്ച് തിരിച്ച് ഞാൻ വീണ്ടും എന്നെ വെൻഡസില്ലിൽ കൊണ്ടുവന്ന് അവിടെ ആക്കി. അപ്പോൾ അവിടെ വന്നപ്പോൾ വെൻഡസില്ലെ CI എന്നോടൊരു പണി പറഞ്ഞു, ഇതൊന്ന് ചെയ്യാൻ വേണ്ടി. അത് ചെയ്യാൻ ഒന്ന് പോയിട്ട് ബാത്റൂം കഴുകുക സുലോചന, നീ പോയിട്ട് എന്ന് പറഞ്ഞ്. അത് ഞാൻ പറഞ്ഞു ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞ്. കാരണം ഇവർ എന്നെ ചോദ്യം ചെയ്യാനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വരിക, ശരിയായിട്ടുള്ള ഭക്ഷണമില്ല, 28 ദിവസം ഞാൻ കുളിച്ചിട്ടില്ല, മുടിയെല്ലാം ജട കുത്തി അങ്ങനെ ആയിപ്പോയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിലൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ CIമാരോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ്. വീണ്ടും ഇവർ പത്മിനി അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഫസ്റ്റൊക്കെയാണോ അവരൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ്. അപ്പം വാശിക്ക് തന്നെ ഞാനും പറഞ്ഞ് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗം എന്നെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒറ്റയടി എന്നെ അടിച്ചുള്ളൂ. പക്ഷേ ഞാനപ്പോഴത്തേനും അവരെ കുത്തിപ്പിടിച്ച് ഈ ഡെസ്കിൻ്റെ മൂലക്കിൽ അവരെ തല തട്ടി, അപ്പോൾ തല മുറിഞ്ഞ്. അങ്ങനെ ഞാൻ തല്ലി പരിക്കേൽപ്പിച്ചു എന്നായി പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അന്ന് രാത്രിയിലാണ് ഇവരെന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. ആ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം. പിന്നെ ജയിലിൽ 1.5 വർഷം ഉണ്ടായിരുന്നു. ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനന്ന് എനിക്ക് തോന്നുന്നു ഒരു 16.5 വയസ്സൊക്കെ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ജയിലിൽ ചെന്നപ്പോൾ അവിടെ അജിയേച്ചിൻ്റെ അമ്മ ഉണ്ടായിരുന്നു, മന്ദാകിനി നാരായണൻ. അപ്പോൾ അവരുമായിട്ട് അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനൊന്ന് ശരിയായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്കൊക്കെ വരാൻ, കാരണം അത്രയും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തളർന്നിട്ടുള്ളൊരു ഇതായിരുന്നു. എന്തായാലും പിന്നീട് ആയിട്ടുള്ള ആ ഒരു സൗഹൃദമൊക്കെ നല്ലൊരു ഉന്മേഷമൊക്കെ എനിക്ക് തന്നതൊക്കെ ജയിലിൽ വെച്ചിട്ടാണ്. പോലീസ് അന്ന് ലക്ഷ്മണായിരുന്നു ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. ലക്ഷ്മണ ഒരൊറ്റ ദിവസം മാത്രമാണ് വന്നിട്ട് മർദ്ദിച്ചത്. അത് പല കേസുകളെ പറ്റിയിട്ടും അതുപോലെ അവിടെ വയനാട്ടിലുള്ള ഏതെല്ലൊക്കെയോ ആളുകളെ ചോദിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മളെ വേണുവിനെയൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ മർദ്ദിച്ചിരുന്നു. വനിതാ പോലീസ് ഒരാൾ എന്തായാലും നമ്മളെ കൂടെ വരുന്നുണ്ട് എന്നും. അപ്പോൾ ഇവർ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ കുട്ടികൾ കുറച്ച് പേര് ഇവരൊക്കെ ക്ലാസ്സിലും അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് സത്യമാഷ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സത്യമാഷേ അറിയുള്ളൂ, സത്യമാഷ് വന്നിട്ടുണ്ട് ക്ലാസ് എടുത്തിരുന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ്. അപ്പോഴാണ് ഫോട്ടോ കാണിച്ചപ്പോൾ ഇവരെ സത്യമാഷ് തന്നെയാണ് വേണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് 1-2 പ്രാവശ്യം ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഒറ്റ ദിവസം മാത്രം ബൂട്ടിട്ട് മുട്ടുംകാലിൽ ബൂട്ട് ചവിട്ടി പിടിച്ച് പിന്നെ വേറെ ഒരു പോലീസുകാരനെ കൊണ്ട് കാലിൻ്റെ അടിയിലേക്ക് ഭയങ്കര ഇതായിട്ട് അടിച്ചു. അത് ആ ഒരു പ്രാവശ്യമാണ്. എനിക്ക് ഉരുട്ടൽ കിട്ടിയിട്ടില്ല, ഉരുട്ടലിൻ്റെ ഞാൻ ഉണ്ടായിട്ടില്ല, എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല. മുട്ടുംകാലിൽ ബൂട്ടൊക്കെ വെച്ച് കാലിൻ്റെ അടിയിലേക്ക് മർദ്ദിക്കുക ചെയ്തത്. സംഘടനയായിട്ടല്ല, ഞാൻ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ളതിലാണ് പോകുന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒന്നുമില്ല ഞാൻ.
എല്ലാ വിഷയങ്ങളിലും എനിക്ക് ഇടപെടാം. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ കീഴിൽ അങ്ങനെയൊന്നുമില്ല. സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ അനീതി കണ്ടാലും അവിടെ ഞാൻ എത്തും. എത്ര ഒരു വിഷമമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം വിളിച്ചാൽ അപ്പോൾ ഞാൻ അവിടെ എത്തും. അവർക്ക് വേണ്ട സഹായങ്ങൾ ആ രീതിയിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പല ആളുകളുമായിട്ടുള്ള നെറ്റ്വർക്ക് കൂടെ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സേവനം നിൽക്കുന്നത്. ഇപ്പോൾ മുണ്ടക്കൈ എനിക്ക് ഹസ്ബൻഡ് ആദ്യം ആർമിയിലായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ ആർമിയിൽ 24 വർഷം സർവീസ് കഴിഞ്ഞു. സുബൈദാറായിട്ട് റിട്ടയർഡ് ആയതാണ്. അതിനുശേഷം വന്ന് കാനറ ബാങ്കിൽ ഓഫീസറായിട്ട് രണ്ടാമത് 16 വർഷം. മൂത്ത മോന് ആർമിയിൽ മേജറാണ്. ഇപ്പോൾ രണ്ടാമത്തെ മോന് IT മേഖലയിൽ ജോലി ചെയ്യുന്നു. രണ്ടാളും വിവാഹിതരാണ്. 5 പേരക്കുട്ടികളുണ്ട്.